ഗീസ് നമസ്കാരം. നമ്മളിപ്പോൾ തേക്കടിയിലാട്ടോ. തേക്കടി നമ്മൾ ഏകദേശം ഒരു 4 വർഷത്തിന് മുമ്പ് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന ഒരു ട്രീ ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി. നമുക്ക് തേക്കടിയിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങിൻ്റെ ആ ഒരു എൻട്രൻസ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണാനായിട്ട് വന്ന ട്രീ ടോപ്പിന് നല്ല കിടിലൻ കാഴ്ച. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡിവിജ്വൽ കോട്ടേജ് കാറ്റഗറി വരുന്നത്. കോട്ടേജ് നമുക്ക് ടോട്ടൽ 8 കോട്ടേജ് ആയിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊരു 4 നമുക്ക് ട്വിൻ കോട്ടേജും വരുന്നുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് സിംഗിൾ ഇൻഡിവിജ്വൽ കോട്ടേജുമാണ് നമുക്ക് കോട്ടേജസ് വരുന്നത്. കോട്ടേജസിലെല്ലാം നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ, നമുക്ക് ഫ്രണ്ടിൽ തന്നെ ചെറിയ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാ കോട്ടേജിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം കോട്ടേജസ് ആണ്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആ ഒരു കോട്ടേജിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടോ ഇവർ കോട്ടേജ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ക്വാളിറ്റിയിലാണ് ഇവർ കോട്ടേജിൻ്റെ റൂംസ് ഇൻറ്റീരിയറൊക്കെ മൊത്തത്തിൽ മാറ്റി പക്ക ആക്കിയിട്ടുണ്ട്. ഈ കോട്ടേജിന് നേരെ ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഇവിടെ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയൊക്കെ നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിലക്സിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ്. അതതിൻ്റെ നേരെ സൈഡിൽ തന്നെ നമുക്ക് പൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. ടോട്ടൽ നമുക്ക് 8 റൂമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്നത്. ഈ 2 ബിൽഡിങ്ങിലായിട്ട് നമുക്ക് 8 റൂമാണ് ടോട്ടൽ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ആ ഒരു ഡിലക്സിൻ്റെ ഫുൾ യൂണിറ്റ്. നമുക്ക് ടോട്ടലി ഈ പറഞ്ഞ രീതിക്ക് 8 റൂമാണ് നമുക്ക് ഈ 2 ബിൽഡിങ്ങിലായിട്ട് വരുന്നത്. ഇതിന് നേരെ സൈഡിലായിട്ട് നമുക്ക് കിച്ചൻ്റെ പ്ലേയിങ് ഏരിയ, അതുപോലെ ഇൻഡോർ ഗെയിംസ് വരുന്നത്, പിന്നെ പൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിലക്സ് റൂമിൻ്റെ നേരെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിലക്സ് മൊത്തം നമുക്ക് എല്ലാ റൂമും AC ആട്ടോ. ഡിലക്സ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ AC ആയിരുന്നില്ല, പക്ഷേ ഇപ്പം നമുക്ക് ഫുൾ റൂം എല്ലാം AC ആക്കിയിട്ടുണ്ട്. ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഇരിക്കാൻ വേണ്ടിയുള്ള ടേബിളും കാര്യങ്ങളൊക്കെ, ഇത് നമുക്ക് ഒരു TV യൂണിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബെഡിങ് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡിങ് ഏരിയ ആണ്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം. ഈ ഡിലക്സിൻ്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് പൂൾ വരുന്നത്. നേരെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് പൂളിൻ്റെ ആ ഒരു ഏരിയ. ഈ കാണുന്നത് നമ്മുടെ ഡിലക്സിൻ്റെ വേറൊരു യൂണിറ്റാണ്. ടോട്ടൽ 8 റൂമാണ് നമുക്ക് ഈ 2 യൂണിറ്റിലായിട്ടുള്ളത്. നേരെ ഫ്രണ്ടിൽ അവിടെ കാണാം നമുക്ക് പൂള്. ഇത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു പ്ലേയിങ് ഏരിയ, അതേപോലെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി റൂമാണ്. ഇവിടെ തന്നെ നമുക്ക് ഇൻഡോർ ഗെയിംസും അതേപോലെ ഫിറ്റ്നസ് സെൻ്ററും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തേക്കുന്ന ഈ ഒരു യൂണിറ്റിനകത്താണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഇൻഡോർ ഗെയിംസ് വരുന്നത്. ടേബിൾ ടെന്നീസും ക്യാരംസും അതേപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ അവൈലബിളാണ്. നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഫിറ്റ്നസ് സെൻറ്റർ. അവിടെ നമുക്കൊരു ചെറിയൊരു കിഡ്സിൻ്റെ ഒരു പ്ലേയിങ് ഏരിയ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു പൂൾ ഏരിയ. നേരെ അവിടെ കാണുന്ന അതാണ് നമ്മുടെ ഡിലക്സിൻ്റെ ആ ഒരു യൂണിറ്റ് വരുന്ന 8 റൂം. നേരെ ഇവിടെ ആ ഫിറ്റ്നസ് സെൻറ്റർ, അതേപോലെ ആ ഒരു ആക്ടിവിറ്റി റൂം. നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കിഡ്സിൻ്റെ ചെറിയൊരു പ്ലേയിങ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് നമുക്കിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബംഗ്ലോ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. ഇതിൻ്റെ നമുക്ക് 4 റൂംസ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 റൂം നമുക്ക് വരുന്ന ഒരു കോട്ടേജാണ് ഈ കാണുന്ന ഒരു ബംഗ്ലോ കാറ്റഗറി. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ പറ്റുന്നൊരു കാറ്റഗറി ആയിട്ടോ ഈ ഒരു ബംഗ്ലോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ കാണാം. നേരെ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഡൈനിങ് ഏരിയ ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റ് ടോട്ടൽ നമുക്ക് 4 റൂമാണ് വരുന്നത്. ഇവിടെ താഴത്ത് നമുക്ക് 3 റൂം. ഇവിടെ നമുക്കൊരു റൂം കാണാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റൂം. നേരെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുത്ത റൂം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നെക്സ്റ്റ് റൂം. ദെൻ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം. അങ്ങനെ ടോട്ടൽ നമുക്ക് താഴത്തെ ഫ്ലോറിൽ 3 റൂം. നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ ഒരു റൂമാണ് വരുന്നത്.
ഇത് നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലത്തെ ആ ഒരു റൂം വരുന്നതാണ്. ടോട്ടൽ നമുക്കപ്പം 4 റൂമാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമും നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമുക്കിനി നേരെ കുമളിയിൽ നേരെ ആ ഒരു തേനി കമ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് മറ്റേ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട്. അവിടെ കൂടെ പോയി കണ്ടിട്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാം. നമ്മളതിന് ബോട്ടിങ് കാര്യങ്ങളൊന്നും പോകും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു കുമളിയിൽ നിന്ന് തേനി കമ്പം റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കമ്പം തേനി റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ടേക്ക് ഓടിയിട്ട് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ നോക്കി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം മുന്തിരിത്തോട്ടെല്ലാം കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഈ കാണുന്ന പോലെ വാഴയും അതേപോലെ തെങ്ങും തോട്ടങ്ങൾ കേട്ടോ. മൊത്തം മലനിരകളും ഈ കാണുന്ന വൈബിൽ നമുക്ക് തേനി ആ ഒരു കമ്പം വരെ പോകാം. തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം റൂട്ടിൻ്റെ സ്ഥിതിഗതികളൊക്കെ മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ. മൊത്തം നല്ല അടിപൊളി റോഡും അതേപോലെ മഴയൊക്കെ മാറി നല്ല അടിപൊളി വെയിലായിട്ടുണ്ട്. സൂപ്പർ ക്ലൈമറ്റ് ആയിട്ടുണ്ട്. നല്ല ഒന്നാമതൊരു വെയിൽ, പുറത്തേക്ക് ഇറങ്ങി ഇച്ചിരി ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കമ്പം വരെ പോയിട്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ സുരുളി എന്ന് പറഞ്ഞിട്ട് വാട്ടർഫോൾസ് ഉണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പോയിട്ടുള്ളതാണ് ഈ സുരുളി എന്ന് പറയുന്നത്. ഈ ബൈപ്പാസ് വന്നേക്കുന്നതിന് നേരെ ഓടി തേനിയിലോട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ മുന്തിരിത്തോട്ടമൊക്കെ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബൈപ്പാസ് കയറാൻ നമുക്ക് ഇവിടെ നേരെ ലെഫ്റ്റിലേക്ക് വേണം. അതായത് നേരെ അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് വേണം. നമുക്കപ്പോൾ നേരെ സുരുളി ഫോൾസ് ഓപ്പൺ ആണെങ്കിൽ ജസ്റ്റ് അവിടെ കയറിയിട്ട് ഇവിടെ 13 കിലോമീറ്റർ എന്താ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമുക്ക് ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഗൂഗിൾ പേയും അതേപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കയ്യിൽ കാശ് എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. കാശില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഏതൊരു കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഫോൾസിൻ്റെ എൻട്രി വരാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നാണോ ബസ്സിനാണോ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. നമുക്ക് എൻട്രൻസ് വരുന്നത് 30 രൂപ കേട്ടോ. 30 രൂപയാണ് ഒരാൾക്ക് വരിക. അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. കയ്യിൽ കാശ് എടുത്തിട്ട് വരിക. നമുക്കിപ്പോൾ കാശില്ലാഞ്ഞിട്ട് അപ്പുറത്തൊരു കടയിൽ പോയി അവർക്ക് ചോദിച്ച് അവിടെ നിന്ന് കുറച്ച് സാധനം കൂടെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പൈസ കിട്ടിയത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേക്കാം. ഇത് അത്യാവശ്യം നല്ല അടിപൊളി ഫോറസ്റ്റ് ഏരിയ ആണ്. മൊത്തം നമുക്ക് അങ്ങോട്ടേക്ക് ഈ 1 കിലോമീറ്റർ നടന്നിട്ട് വേണം പോകാനായിട്ട്. ഈ 1 കിലോമീറ്റർ നല്ല കിടിലം ഫോറസ്റ്റാണ്. നേരെ ആ മലനിരകളുടെയൊക്കെ താഴത്തായിട്ടാണ് ഈ ഒരു ഫോൾസ് വരിക. നോക്കാം. ഈ സൈഡിലൊക്കെ വെള്ളം കിടക്കുന്നതൊക്കെ കണ്ടിട്ട് മിക്കവാറും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വെറും വാഗ്ദാനം മാത്രമായിരിക്കും തോന്നുന്നു. നോക്കാം. ഇതിന് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് നടക്കാനായിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം പറ്റി വരണ്ട് കിടക്കുമാണ് ഗീസ്. നോക്കാം. എന്തായാലും ഇടം വരെ വന്നല്ലേ, കുറച്ച് ദൂരം കൊണ്ട് നടന്നു നോക്കാം. എൻ്റെ പൊന്നോ, ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയതിന് മണ്ടക്കോട്ട് ചെല്ലണം. നടക്കാൻ വേണ്ടി ഓക്കെ ആയിട്ടുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വിടും. നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിനൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ആ ഒരു ടൈമിനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ മതി കേട്ടോ. അതല്ലാണ്ട് ഇപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ജൂൺ നമ്മളവിടെ മഴ സമയമാണ്. ഇവിടെ മഴയൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടേ വെള്ളമുള്ളൂ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ നടന്നു വന്ന് എന്തെങ്കിലോട്ടെ. ഇതാണ് കേശുവടുത്ത വാട്ടർഫോൾ. വല്ലാത്ത ജാതി വാട്ടർഫോളായി പോയി. മൺസൂൺ ടൈമിനല്ലാണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കേണ്ട കേട്ടോ. നമ്മളിവിടെ ഒന്ന് ചുമ്മാ പറഞ്ഞാൽ അത്രയും നടന്നു വിട്ട് ഇപ്പോഴത്തെ തേപ്പായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജൂലൈ ഓഗസ്റ്റ് ടൈമിനൊക്കെ വന്നാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഒട്ടും വെള്ളമില്ല. ചുമ്മാ പറഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെ നടന്നു പോകാം. 1 കിലോമീറ്ററോളം നടന്നു പോകാമെന്നുള്ളതല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ട്രീ ടോപ്പ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തേനി കമ്പം അങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ട്രീ ടോപ്പ്. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.